നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. നിങ്ങൾ സ്വന്തമായി സൃഷ്ടിച്ചു വെച്ചതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടേതോ ആയ ഈഗോയുമായി ഇപ്പോൾ പോരാട്ടത്തിലാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിട്ടുള്ളത്. ഇത് നിങ്ങളെ സ്വയം പ്രൂവ് ചെയ്യുന്നതിലേക്കും തർക്കങ്ങളിലേക്കും വാലിഡേഷന് വേണ്ടിയും അതുപോലെ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഘട്ടത്തിലേക്കുമെല്ലാം നയിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാ യുദ്ധങ്ങളിലും വിജയിക്കേണ്ടതില്ല. അഭിമാനത്തിനേക്കാൾ നിങ്ങൾ സമാധാനത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. കുടുംബത്തിലുള്ള തെറ്റിദ്ധാരണകളും പോരാട്ടങ്ങളും മത്സരങ്ങളും നിരന്തരമായ മാനസിക പിരിമുറുക്കങ്ങളും നേരിടുന്ന നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ശാഠ്യം കളയുകയും നിങ്ങളുടെ ഹയ്യസ്റ്റ് ഗുഡിന് അഭികാമ്യമല്ലാത്തവയെ നിങ്ങൾ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുവാനും ഞാനാണ് ശരി എന്നുള്ള പിടിവാശി മാറ്റുവാനും എളിമത്തത്തെയും ജ്ഞാനത്തെയും തിരഞ്ഞെടുക്കുവാനുമുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഭഗവാൻ ഏറ്റെടുക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നാലും നിങ്ങളുടെ ഹൃദയത്തിന് ശരിയായ ദിശ, അതായത് ഭഗവാന്റെ ദിശ അറിയാവുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ സമാധാനം നൽകുന്നവയിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. പേടിയില്ലാതെ സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള മെസ്സേജസ് എല്ലാം ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉടൻ തന്നെ കരിയർ സംബന്ധമായും അതുപോലെ റിലേഷൻഷിപ്പ് പരമായും ആത്മീയ പാത സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ സ്ഥലം മാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഒരു ഗൈഡൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം ധർമ്മത്തിൽ അലൈനാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഭഗവാൻ ഏറ്റെടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ രഥത്തെ ഭഗവാൻ തന്നെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എന്നുള്ള മെസ്സേജസ് എല്ലാം ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നഷ്ടങ്ങളിൽ ദുഃഖിക്കുന്നതും മാറ്റങ്ങളിൽ ഭയപ്പെടുന്നതും അവസാനങ്ങളിൽ വിഷമിക്കുന്നതും മതിയാക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥമായതൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവിക സംരക്ഷണവും അതുപോലെ തന്നെ പൂർവികരുടെയും മറ്റ് ദേവതകളുടെയും എല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പാതയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്പിരിച്വൽ ഗ്രോത്തും അതുപോലെ സ്പിരിച്വൽ എവേക്കനിങ്ങും സംഭവിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ ഭയത്തോടെ നിലനിൽക്കാതെ ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഡിവൈൻ ടൈമിങ്ങിനെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ള മെസ്സേജസ് എല്ലാം ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് ഏറ്റവും അധികം ശക്തിപ്പെടുത്തേണ്ട ഒരു സമയവുമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. ഓരോ പ്രവൃത്തിക്കും അനന്തരഫലമുണ്ട് എന്നുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഭഗവാൻ അടുത്തതായി നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ദയയോടെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് റിവാർഡ്സ് വരുന്നതാണ്. അതുപോലെ തന്നെ പാഠങ്ങൾ നിങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ ഓൾഡ് പാറ്റേൺസിൽ നിന്നും മാറാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഉള്ള സമയമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണോ നിങ്ങൾ വിതയ്ക്കുന്നത് അത് കൊയ്യുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള ഓർമ്മ നിങ്ങൾ സദാ നിങ്ങളിൽ തന്നെ നിലനിർത്തുക എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ സത്യസന്ധമായി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ ക്ഷമിക്കുവാനും നീരസം നിങ്ങളിൽ നിന്ന് മാറ്റുവാനുമുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു പുതിയ അധ്യായം ആവർത്തിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. പുതിയ പ്രോജക്റ്റ്, പുതിയ കാര്യങ്ങൾ പഠിക്കുക, യാത്ര ചെയ്യുക എന്നിവയെല്ലാം നിങ്ങൾക്കിപ്പോൾ സാധ്യമാകുന്നതാണ് എന്നുള്ള മെസ്സേജ്
ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ നിങ്ങൾ കെട്ടിപ്പടുക്കുക എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. വീണ്ടും ഒരു പുതിയ തുടക്കത്തിനെ വരവേൽക്കുവാൻ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ പുതിയ പ്രതീക്ഷയോടെയും അതുപോലെ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെയുമെല്ലാം നിങ്ങൾ റിസീവ് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി, പുതിയ ആശയങ്ങൾ, ക്രിയേറ്റിവിറ്റി, അതുപോലെ സെൽഫ് ലവ്, അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ എന്നിവയെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റ് ആകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. സാമ്പത്തികം, അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി, അതുപോലെ കുടുംബ ഐക്യം, ആരോഗ്യം നന്നാവുക, അതുപോലെ സൗന്ദര്യം വർദ്ധിക്കുക എന്നിവയിലെല്ലാം നിങ്ങൾ കണക്റ്റ് ആകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈകാരിക സംതൃപ്തിയും ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആഹാര രീതി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. ആരോഗ്യം പരിപാലിക്കുക, ശ്രദ്ധയോടെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കെയർ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കുറ്റബോധമൊന്നുമില്ലാതെ തന്നെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുക എന്നുള്ള മെസ്സേജും തന്നിട്ടുണ്ട്. സമൃദ്ധിയെ നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുവാനായി നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ തന്നെ നിലനിൽക്കുക. കൂടെ നിങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയവും കൂടെ ആണ്. കൃത്യമായി നിങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുക. നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ എത്തിച്ചേരുന്നതിനായി കഠിനമായി പോരാടിയവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, വിമർശനങ്ങൾ കാരണം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ പാത മനസ്സിലാകണമെന്നില്ല, പക്ഷെ നിങ്ങൾ ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കുക, അതുപോലെ തന്നെ സ്ഥിരോത്സാഹത്തിലൂടെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. അക്ഷമരായി റിസൾട്ടിന് കാത്തിരിക്കുന്ന നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ പ്രയത്നങ്ങളൊന്നും പാഴായിട്ടില്ല, പാഴാകത്തുമില്ല. നിങ്ങൾക്ക് വൈകി വരുന്ന റിവാർഡ്സ് ഒരല്പം സ്ലോ ആണെങ്കിലും അത് സ്ഥിരമായ ഒന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്തവയെ നിങ്ങൾ പരിപാലിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക, നിങ്ങൾ ക്ഷമയോടെ തന്നെ നിലനിൽക്കുക എന്നുള്ള മെസ്സേജസ് എല്ലാം ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്ലാൻസിനെ ഒന്ന് റിവ്യൂ ചെയ്യുവാനും അതുപോലെ തന്നെ ഈ പ്രോസസ്സിനെ നിങ്ങൾ ശക്തമായി തന്നെ വിശ്വസിക്കുവാനുമുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഷിഫ്റ്റിംഗ് എനർജിയിലോട്ടാണ് നിങ്ങൾ മാറുന്നത്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട സമയം കൂടെയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഒരു മുടക്കവും കൂടാണ്ട് മന്ത്രനാമജപങ്ങളും മെഡിറ്റേഷനും എല്ലാം തുടർന്ന് മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾ അബണ്ടൻസ് എല്ലാം നിങ്ങളിലോട്ട് വരുന്നതിന് കുറ്റബോധം, അങ്ങനെ പേടി, അങ്ങനെ ഒന്നും വിചാരിക്കാതെ നിങ്ങളവ റിസീവ് ചെയ്യാനായി തയ്യാറാവുക. അപ്പോൾ നന്ദി, നമസ്കാരം.